എന്താ ഡാഡി, എന്തു പറ്റി? എന്താ ഒരു ടെൻഷൻ പോലെ? ഇതുവരെ എന്തിനും ഏത് കാര്യത്തിലും എനിക്ക് ചില കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു. ഒന്നും തെറ്റിയിരുന്നില്ല. ഒരിക്കലും തെറ്റില്ലെന്നായിരുന്നു വിശ്വാസം. ഇപ്പൊ എന്താ പ്രോബ്ലം? താര ഇന്ന് എന്നോട് പതിവിന് വിപരീതമായി കയർത്ത് സംസാരിച്ചു. നിയന്ത്രണം വിട്ട് ദേഷ്യം വരുമ്പോഴാണല്ലോ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു പോകുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു പകരക്കാരനായിട്ട് അവളെന്നെ കാണുന്നത്. ഡാഡി എന്ന് വിളിക്കുന്നെന്ന് മാത്രം. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു? അതുമാത്രമല്ല, പിന്നെയും പറഞ്ഞൊരുപാട്. ഇനി വൈകിയ അവൾക്ക് കൂടുതൽ തിരിച്ചറിവുകളുണ്ടാവും. പിന്നെ നമുക്ക് അവളെ എത്തിപ്പിടിക്കാനാവാത്ത അവസ്ഥയിലെത്തും. അതുകൊണ്ട് ഇനി ഒന്നിനും ഒട്ടും വൈകരുത്. നമുക്കെതിരായി ഇനി അവൾ ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത്. സ്വസ്ഥമായിട്ടൊരു നിമിഷം കിട്ടിയാലല്ലേ ആലോചിക്കാനുള്ള സമയമുണ്ടാവും. ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് മാനസിക സംഘർഷങ്ങളുടെ നടുവിലായിരിക്കണം അവളിനി. നിവൃത്തികേടുകൾ കൊണ്ട് വീർപ്പുമുട്ടിയായിരിക്കണം അവളിന് നീയുമായുള്ള കല്യാണത്തിന് സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായി. ഒന്നുകിൽ നീയുമായുള്ള കല്യാണം, അല്ലെങ്കിൽ ഒരു മരണം. ആദ്യം ഇതിൽ ഏത് വേണമെന്ന് അവള് തന്നെ തീരുമാനിക്കട്ടെ. അവളുടെ വിധി എന്തായാലും അതെത്രയും പെട്ടെന്ന് നടക്കണമെന്ന് മാത്രം. ചേച്ചി, ചേച്ചിയെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? എന്നെ കാണാനോ? അതാരാ? ആരാന്ന് പറഞ്ഞില്ല. ആരാ? താരയല്ലേ? എന്റെ പേര് ജയരാജ്. എന്നെപ്പറ്റി ചിലപ്പോ താര എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും. മഹേഷ് പറഞ്ഞ് ഞാൻ മഹേഷിന്റെ ബ്രദറാ. ഞാൻ വന്നത് താരയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ. ബുദ്ധിമുട്ടില്ലെങ്കിൽ താര എന്നോടൊന്ന് പുറത്തു വരെ വരുമോ? ഞാൻ ഇവിടെ മറ്റുള്ളവരൊക്കെ ഇല്ലേ? ഐ മീൻ താരയുടെ ബന്ധുക്കൾ. അതുകൊണ്ട് ഞാൻ വരാം. മോളിത് എവിടെ പോവാ? എനിക്കൊന്ന് പുറത്തു വരെ പോണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാമല്ലോ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇതാരാ മോളെ? ഇതാരാന്നാ ചോദിച്ചേ? പരിചയമില്ലാത്തവരുടെ കൂടെ നീ എങ്ങും പോകണ്ട. താരേ, മോളെ താരേ, മോളെ നിൽക്കുക. താരേ, മോളെ താരേ.